ഹലോ ട്രേഡേഴ്സ്. അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എങ്ങനെ ഒരു എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു വാലറ്റിലേക്ക് നമ്മുടെ ടോക്കനോ അല്ലെങ്കിൽ ക്രിപ്റ്റോ ആയിട്ടുള്ള ഏതെങ്കിലും അസറ്റ് എങ്ങനെ സെൻഡ് ചെയ്യാമെന്ന് കാണിച്ചു. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ഒരു വാലറ്റിൽ നിന്ന് മറ്റൊരു വാലറ്റിലേക്ക് എങ്ങനെ സെൻഡ് ചെയ്യാമെന്ന് കാണിക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഇന്ന് ടെലഗ്രാം വാലറ്റിൽ നിന്ന് ടോൺ കീപ്പറിലേക്കാണ് നമ്മൾ സെൻഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ടെലഗ്രാം വാലറ്റിൽ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ച പോലെ ടോൺ കോയിൻ വാങ്ങിയത് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ആ ടോൺ കോയിൻ നമുക്ക് ടോൺ കീപ്പറിലേക്ക് അയക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടോൺ കീപ്പർ ഓപ്പൺ ചെയ്യുകയാണ്. ആദ്യം നമുക്ക് എവിടേക്കാണോ റിസീവ് വേണ്ടത് അത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ടോൺ കീപ്പർ ഓപ്പൺ ചെയ്ത് ഇവിടെ സെൻഡ് റിസീവ് സ്കാൻ സ്വാപ്പ് ലൈക്ക് വളരെ ഈസി ആയിട്ടുള്ള ഇന്റർഫേസ് ആണ്. അപ്പോൾ എനിക്ക് ഇതിലേക്ക് റിസീവ് ആണ് ചെയ്യേണ്ടത്, ഇതിലേക്കാണ് ഇടുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ റിസീവ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ കാണിക്കും റിസീവ് ടോൺ കോയിൻ റിസീവ് ചെയ്യേണ്ട ഒരു അഡ്രസ്സ് ഇവിടെ തരും. അത് നേരെ ഇവിടുന്ന് കോപ്പി ചെയ്ത ശേഷം ഇവിടെ വരിക, ഇവിടെ സെൻഡ് ആഡ് എക്സ്ചേഞ്ചിൻ്റെ ആയിട്ട് സെൻഡ് കൊടുക്കുക. സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്റ്റേണൽ വാലറ്റിലേക്കാണ് അയക്കേണ്ടത്. അപ്പോൾ എൻ്റെ അയക്കാനായിട്ട് ഇവിടെ കാണിക്കുക ഏതൊക്കെ ഉണ്ടെന്നുള്ള. ഇവിടെ ടോൺ കോയിൻ മാത്രമേ. അപ്പോൾ ടോൺ കോയിൻ സെലക്ട് ചെയ്യുക, പക്ഷേ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ടോണിൻ്റെ അഡ്രസ്സ് അല്ലെങ്കിൽ ഡൊമൈൻ ചോദിക്കും. നമ്മൾ ആ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതോടെ സ്കാൻ ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി കോപ്പി ചെയ്ത അഡ്രസ്സ് ഉണ്ടല്ലോ അത് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം കണ്ടിന്യൂ കൊടുക്കുക. എത്ര ടോൺ അയക്കണമെന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ ടോട്ടൽ മാക്സിമം ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ യൂസ് മാക്സിമം എന്നുള്ളത് കൊടുക്കുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ കൊടുത്തു. പിന്നെ നമ്മുടെ അടുത്ത് ചോദിക്കും ബാലൻസ് ആഫ്റ്റർ വിഡ്രോ നമ്മുടെ അടുത്ത് എത്ര ഉണ്ടാവും, അത് ഇതെല്ലാം ചോദിക്കുന്നുണ്ട്. നേരെ ഇവിടെ കൺഫേം ആൻഡ് സെൻഡ്, എൻ്റെ വാലറ്റിൻ്റെ പാസ്കോഡ് അത് ഞാൻ ടൈപ്പ് ചെയ്തു. ടോൺ സെൻഡ് യുവർ ട്രാൻസാക്ഷൻ ബീങ് പ്രോസസ് ആൻഡ് വിൽ ബി കംപ്ലീറ്റഡ് സൂൺ. ഇത്രയേ ഉള്ളൂ. ഇനിയൊരു 5 to 10 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ എൻ്റെ ടോൺ കീപ്പർ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഈ ഒരു കോയിൻ വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് വന്ന ഉടനെ കാണിച്ചു തരാം. അപ്പോൾ വാലറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ അയച്ചത് ഇവിടെ റിസീവിംഗ് ആണ്. ഇവിടെ ടോൺ കോയിൻ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കിവിടെ ഹിസ്റ്ററി എടുത്ത് കാണാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും റിസീവ്ഡ് ആയിട്ടുണ്ട് 1.75 ടോണ്. ഇപ്പോൾ ട്രാൻസാക്ഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കാണാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഒരു വാലറ്റിൽ നിന്ന് മറ്റൊരു വാലറ്റിലേക്ക് അയക്കാം. ഇനി ഒരു വാലറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെ ബൈബിറ്റിലേക്കോ അല്ലെങ്കിൽ വേറൊരു എക്സ്ചേഞ്ചിലേക്ക് തിരിച്ച് ടോൺ കോയിൻ നമ്മൾ പർച്ചേസ് ചെയ്ത് സെൻഡ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. സോ അതിനായിട്ട് നമുക്ക് ഇവിടെയാണോ നമ്മൾ ടോൺ കോയിൻ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കണം. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ എവിടെയാണോ റിസീവ് ചെയ്യുന്നത് അത് ആദ്യം ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ ബൈബിറ്റിലേക്കാണ് ഞാൻ സാധനം റിസീവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബൈബിറ്റ് ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ ഇവിടുത്തെ ഫണ്ടിങ് വാലറ്റ് ഓപ്പൺ ചെയ്യാം. ആ ഫണ്ടിങ് വാലറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. ആ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ട് താഴെയായിട്ട് ഡെപ്പോസിറ്റ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഡെപ്പോസിറ്റ് ക്രിപ്റ്റോയിൽ കൊടുക്കുക. നമുക്ക് ഏത് ക്രിപ്റ്റോ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മളിപ്പോൾ ഡെപ്പോസിറ്റ് നമ്മൾ അങ്ങോട്ട് അയച്ച സെയിം സാധനം ടോൺ. അപ്പോൾ ആ ടോൺ എന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് ടോൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഡെപ്പോസിറ്റ് അഡ്രസ്സ് തരും. ഇപ്പോൾ ഈ മെമ്മോ കോഡും തരും. വാലറ്റിൽ നിന്ന് ചെയ്യുന്ന സമയത്ത് നമുക്ക് മെമ്മോ കോപ്പി ചെയ്യേണ്ട എപ്പോഴും ആവശ്യമില്ല. ചില വാലറ്റുകൾ മാത്രമാണ് മെമ്മോ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഈ ഒരു അഡ്രസ്സ് അത് കോപ്പി ചെയ്യുക. അത് കോപ്പി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മൾ നമ്മുടെ വാലറ്റിലേക്ക് വരിക. അവിടെ നിന്ന് സെൻഡ് കൊടുക്കുക. നമ്മൾ ഇവിടുന്ന് അയക്കുകയാണല്ലോ, എന്താണ് അയക്കേണ്ടത് വെച്ചാൽ ആ സാധനം അവിടെ പേസ്റ്റ് കൊടുക്കുക. അതിനുശേഷം റിക്വേർഡ് കോമൻറ്റ് ഇവിടെ നമ്മൾ ചോദിച്ചിട്ടുണ്ട്. നോട്ട് ചോദിച്ചിട്ടുണ്ട്. ആ നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു മെമ്മോ അഡ്രസ്സ് കിട്ടിയിട്ടുണ്ടാവും. ആ മെമ്മോ കമൻറ്റ് നോട്ട് റിമാർക്ക് നോട്ട് ആ സാധനം കോപ്പി ചെയ്യുക. അതും കോപ്പി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് അത് ഇവിടെ കൊടുക്കുക. അത് കൊടുത്തിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തിട്ട് എത്ര ടോൺ അയക്കണം എന്ന് ചോദിക്കും. ഇപ്പോൾ എൻ്റെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് 1.75 ആണ്. അത് ഞാൻ മാക്സ് ഇട്ടു. ഇപ്പോൾ 1.7 ആണ് ഞാൻ അയക്കാൻ പോകുന്നത്. ബാക്കി ബാലൻസ് അവിടെ കീപ്പ് ചെയ്യാൻ പോകണം. ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മുടെ ബൈബിറ്റും ബൈനാൻസും പോലത്തെ എക്സ്ചേഞ്ച് ചെയ്യാൻ നമുക്ക് മെയിൽ ഐഡിക്ക് വരും ഒരു പാസ്വേഡ്, പിന്നെ ഗൂഗിൾ ഒതന്റിക്കേറ്ററിലേക്ക് വരും ഒരു OTP, അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർക്ക് ഒരു OTP വരും, ആ OTPക്ക് ഒരു OTP, അങ്ങനെ കുറേ തലവേദനകൾ. പക്ഷേ വാലറ്റ് ആകുമ്പോൾ എല്ലാം സീംലെസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കുന്നത് പോസിബിൾ അല്ല. അപ്പോൾ എല്ലാം ഒന്ന് റീകൺഫേർ ചെയ്ത് എല്ലാ ഇൻഫർമേഷൻ എല്ലാം കൊടുത്ത് റെഡി അല്ലെന്ന് കരുതുക. പിന്നീട് ഫീസ് വരും 0.005 ആണ് നമുക്കിവിടെ ഫീസ് വരിക. അതിനുശേഷം നേരെ നമ്മളിവിടെ കൺഫേം ആൻഡ് സെൻഡ് കൊടുത്തു കഴിഞ്ഞിട്ട് ഇവിടെ പാസ്വേഡ് അടിക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. അതുകൂടി കൊടുത്തു കഴിഞ്ഞാൽ കൺഫേം ആക്ഷൻ ഡൺ. നമ്മൾ വാലറ്റിൽ നിന്ന് അയക്കായതുകൊണ്ട് വിത്തിൻ 1 to 2 നമുക്കിവിടെ കാണിക്കും ബൈബിറ്റ് അഡ്രസ്സിലേക്കാണ് പോകുന്നതെല്ലാം. വിത്തിൻ 3 to 5 മിനിറ്റ്സിനുള്ളിൽ നമ്മുടെ ബൈബിറ്റിലേക്ക് ഈ സാധനം എത്തുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലാണ് നമ്മുടെ നീഡ്സിന് വേണ്ടിയിട്ടുള്ള ടോൺ കോയിൻ നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും വാലറ്റിലേക്ക് അയക്കുന്നതും. അതേസമയം ഒരു വാലറ്റിലുള്ള ടോൺ കോയിൻ മറ്റൊരു വാലറ്റിലേക്ക് അയക്കുന്ന പ്രൊസീജിയേഴ്സ് എല്ലാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് USDT എവിടെ നിന്ന് പർച്ചേസ് ചെയ്യണമെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ മല്ലു ക്രിപ്റ്റോ സ്റ്റോറിന് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ആ ഒരു പേജിന്റെ ബയോ എടുത്ത് നമ്മുടെ ടെലഗ്രാമിന്റെയും അതേപോലെ തന്നെ വാട്സപ്പിന്റെ ഉണ്ട്. വാട്സപ്പിലായിരിക്കും എപ്പോഴും നമ്മൾ ആക്റ്റീവായിട്ട് ഉണ്ടാവുക. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ അഡ്മിൻസിന് മെസ്സേജ് ചെയ്യണം എനിക്ക് ഇത്ര ടോൺ കോയിൻ പർച്ചേസ് ചെയ്യണം, അല്ലെങ്കിൽ എനിക്ക് ഇത്ര USDT പർച്ചേസ് ചെയ്യണം. ഇത്തരത്തിൽ നിങ്ങളുടെ ക്രിപ്റ്റോ നീഡ്സിനായിട്ട് എല്ലാം വാങ്ങാനും വിൽക്കാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമ്മുടെ മല്ലു ക്രിപ്റ്റോ സ്റ്റോർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു പേജിന്റെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലായെന്ന് തോന്നുന്നു. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ ഹാപ്പി ട്രേഡിംഗ്.